വണ്ടി നിർത്തറ നിർത്തറ. ആ വൃദ്ധനെ ഇടിച്ചു വീഴ്ത്തിട്ട് നീ എന്താണ് ലോറി നിർത്താൻ ഓടിച്ചു പോയത്? ഉണ്ണിത്താമോദാടില്ല ലോറിയാ സാറേ. ആരെ കൊന്നിട്ട് പോയാലും ചോദിക്കാൻ ആളുണ്ട്. ഇവിടെ മറ്റുള്ളവർക്കും ജീവിക്കണ്ടേ? ഞാൻ മടങ്ങി വരുന്നിടം വരെ നീ ഈ ലോറി ഇവിടെ കാണണം. അയ്യോ, കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇയാളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടി നല്ലത് മുനിയാണ്ടി വൈദ്യരെടുത്ത് കൊണ്ടുപോകണതാ. എനിക്ക് പിടിക്കും. പച്ചമരുന്ന് കാണും. പേടിക്കാനൊന്നുമില്ല. എല്ലൊന്നും ഒടിഞ്ഞിട്ടുണ്ട്, പക്ഷെ മുറി കൂടും. അത് മതി. പാവപ്പെട്ട ഒരു കുടുംബം നടത്തുന്നവന് എത്രയും വേഗം ഭേദമാക്കി വിടണം. പെരുത്ത് കുടുംബം തണ്ടുമുള്ളവരല്ലേ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകരുതോ? മഞ്ജു, അപ്പ അന്ന് വഴക്കിന് വന്ന തോക്കുകാരനാ ഇയാള്. ആരായാലും ആപത്ത് വെച്ച ഒരാളിനെ കൊണ്ട് വന്നതല്ലേ. ഇപ്പോഴാണോ പെണ്ണെ പകരം ചോദിക്കണത്? പക്ഷേ ഗോപി കുറുമ്പനൊന്നുമല്ല, നല്ലവനാ. ഗോപി ഇല്ലായിരുന്നെങ്കിലേ ഇയാള് വഴി കിടന്ന് ചത്തേനെ. അവൾ അറിവില്ലാതെ പറയണതാ. മോളെ, ഒരച്ചു നോക്കിയാലേ പൊന്നിന്റെ മാറ്ററിയൂ. ആ വൈദ്യരെ, ഞാൻ ലോറി തടഞ്ഞിട്ടിട്ടാ വന്നിരിക്കുന്നത്. അത് കൊണ്ടുപോകാൻ അതിന്റെ ഉടമസ്ഥൻ വന്നോ നോക്കിട്ട് വരാം. അങ്ങനെ ആട്ടെ. ഇയാളെ ഇന്ന് തന്നെ കൊണ്ടുപോകാമോ? ഇതിരെ ഉടനെ കൊണ്ടുപോകാം. ഉള്ളിൽ ഒരു മരുന്നുകൂടെ കൊടുക്കണം. മോളെ, കുറെ ചതവുപ്പ പിഴിഞ്ഞെടുക്ക്. മോളെ, കുറെ ചതവുപ്പ പിഴിഞ്ഞെടുക്കാൻ. ശരിയപ്പാ. എവിടെയാ ലോറി? അവിടെ നോക്ക്. തോക്ക് താഴെ ഇട.
ഒരു എരപ്പാളിയുടെ തല്ലും വാങ്ങിക്കൊണ്ട് ഓടി വന്നിരിക്കുന്നു. നാണമില്ലടാ നിനക്ക് എന്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നിൽക്കാൻ. നിന്റെ കയ്യിൽ കത്തിയില്ലേ? അതെടുത്ത് കുത്താൻ അറിഞ്ഞുകൂടെ? പിന്നെ എന്തുകൊണ്ടാ ചെയ്തില്ല? നിനക്ക് അവന്റെ വെടിയേറ്റ് ചാകാമായിരുന്നില്ലേ? ഇതിനേക്കാൾ പേര് പറയായിരുന്നതാ. ഓ, പോയിന്റ് മുമ്പിൽ നിന്ന് നിൽക്കവിടെ. ആ ഗോപിയെ കൊന്നിട്ടല്ലാതെ മേലാൽ നീ എന്റെ കൺമുമ്പിൽ വന്ന് പോകരുത്. ഓ, ഏതായാലും ഈ സ്ഥിതിയിൽ പുറത്തു പോകുന്നത് ബുദ്ധിയല്ല. ഉണ്ണിത്താനങ്ങൊന്നിന്റെ കയ്യിൽ പെട്ടാൽ മോനെ കൊന്നുകളെ. ഞാൻ പേടിച്ചൊളിവ് കഴിയുന്നത് ശരിയാണോ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. തൽക്കാലം മുറിവ് കഴിയുന്നവരെ ഇവിടെ താമസിക്ക്. മഞ്ജു, എന്താപ്പാ? മോളെ, ഈ കുഞ്ഞു കുറെ ദിവസം കുടിയിൽ കാണും. നേരത്തിനും കാലത്തിനും നല്ലതുപോലെ വല്ലതും വെച്ചു വിളമ്പി കൊടുക്കണം. ശരിയപ്പാ. അപ്പം പോയി രണ്ട് കാട്ടുമോയിലെ കിട്ടുമോ നോക്കട്ടെ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടോ? ഇത്രയും മുറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര വേദന. അപ്പനെ വിളിക്കട്ടോ? വേണ്ട വേണ്ട മരുന്ന് വരട്ടി തരട്ടെ? വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് തടവി തന്നാ മതി. നമ്മളൊരു പണി കാണിച്ചു തരാം. ഓടിക്കോ, മുമ്പേ പോയനെ തട്ടിട്ട് ആന വരുന്നുണ്ട്. ഓടിക്കോ. അന്ന് നിങ്ങൾ പുലിയെ പേടിച്ചോടി. ഇന്ന് നിങ്ങൾ എന്തിനാ പോലീസ് അംഗത്തെമാരെ പേടിച്ചോടിയത്? ഞാൻ സാധനങ്ങളും കയറ്റി വന്ന ലോറി പോലീസ് തടഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഓടി. ശരിക്കും കയറ്റിപ്പോന്ന ലോറി തടയാൻ അവർക്ക് എന്താ കാര്യം? അത് നിങ്ങൾ ആരാ? എന്തിനീ കാട്ടിൽ കറങ്ങുന്നു? ഞമ്മടെ പേര് ഖാലിദ്. ഒറ്റ തടിയാ. ഒരു ജോലിക്ക് വേണ്ടി നാട്ടിൽ കറങ്ങിയിട്ട് രക്ഷയില്ലാണ്ട് കാട്ടി കയറുക. ഇത്തിരി കള്ളത്തടി കടത്തിയിട്ടെങ്കിലും ജീവിക്കാവോ നോക്കാൻ. നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലി ഞാൻ ഉണ്ടാക്കി തന്നാലോ? ഞമ്മള് റെഡി. എങ്കിൽ വരും, നമുക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം. കുടിക്കോ? ആരാത്? വരൂ. പോലീസിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ രക്ഷപ്പെട്ടതല്ല, എന്നെ രക്ഷിച്ചതാണ്. ആര്? ഈ മനുഷ്യൻ. എന്താ പേര്? വാപ്പയും ഉമ്മയും ഇട്ട പേരെന്താന്ന് ഞമ്മക്കറിയില്ല. ഇപ്പൊ മനുഷ്യര് നമ്മളെ കാലെന്ന് വിളിക്കുന്നു, നമ്മൾ വിളിയേക്കും. എവിടെയാ വീട്? ഈ ഭൂമിയിൽ. സ്വദേശം? അറിയില്ല. അച്ഛനും അമ്മയും? നമ്മൾ കണ്ടിട്ടില്ല. എന്താ ജോലി? പിടിച്ചുപറി. മനസ്സിലായില്ല. ഓർമ്മ വെച്ച കാലത്ത് ഞമ്മക്ക് വിശന്നപ്പോ ഉള്ളവന്റെ കയ്യിൽ നിന്ന് തിന്നാനുള്ളത് നമ്മൾ പിടിച്ചു പറിച്ചു. അവര് നമ്മളെ തല്ലി, നമ്മൾ തിരിച്ചു തല്ലി. അപ്പൊ ഞമ്മക്ക് മനസ്സിലായി ഞമ്മന്റെ കൈ കൂക്കൊണ്ടെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ആരെയും പേടിക്കാതെ ജീവിക്കുന്നു. നിനക്കൊരു ജോലി തന്നാൽ എന്റെ കൂടെ നിൽക്കാമോ? ഒരിടത്ത് തളച്ചിടുന്ന ജോലിയാണെങ്കിൽ ഞമ്മക്ക് വേണ്ട. നിന്റെ പ്രകൃതത്തിന് യോജിച്ചൊരു ജോലിയാണെങ്കിലോ? അപ്പൊ നമ്മളേറ്റു. ഗുഡ്. ചിലപ്പോ ഇവനെ വിളിച്ചുകൊണ്ട് പോ. ശരി സർ, വരൂ. സാം, ഒരു പുതിയ ആൾ വരുന്നുണ്ട്.
വിശ്വസ്തനാണെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. വേണ്ട വിധത്തിൽ സൽക്കരിക്കൂ. ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. ആരായ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? നിനക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വരിക. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. മിടുക്കൻ. നിന്നെപ്പോലൊരുവനെയാണ് എനിക്ക് ആവശ്യം. വരും.